കേട്ടോക്കെ ഈ സാരി നല്ല ഭംഗിയില്ലേ? ആ നല്ല രസമുണ്ട്, നല്ല കളറല്ലേ? മേടിച്ചാലോ ഒന്ന് ഓർഡർ ആ ചെയ്യട്ടെ? നമ്മൾ വാങ്ങിച്ചോ? ആ നല്ല രസമുണ്ട്. ഇഷ്ടപ്പെട്ട കളർ? ഓ വില എത്രയുണ്ട്? 1000 രൂപയുടെ താഴെ ഉള്ളൂ. ആ പക്ഷെ അത് അങ്ങനെയല്ല തോന്നുന്നു അല്ലേ? നല്ല ഭംഗിയുണ്ട്. നല്ല നല്ല ഇഷ്ടപ്പെട്ടിട്ട കളറ്. വാങ്ങിച്ചോ ശരിയില്ലേ എനിക്കിത്? ആരാ പോയി നോക്കി? രാവിലെ തുടങ്ങിയല്ലേ? സുഖന്നില്ലല്ലേ മോളെ? എന്തൊക്കെയമ്മ വിശേഷങ്ങള്? നമ്മളെ വിളിക്കലൊക്കെ അല്ലേ മോളെ? ഉപ്പാക്കെല്ലാം എങ്ങനെ? കൊറേ ആയിപ്പോ നേരിട്ട് കണ്ടിട്ടേ. ഒന്നുമില്ല മോളെ വിശേഷം തന്നെ. കല്യാണമൊക്കെ ഇങ്ങ് അടുത്തില്ലേ? വീട്ടിലും വീട്ടിൽ തിരക്കൊക്കെ ഇല്ലേ മോളെ? എന്ത് കല്യാണം? ഇവിടെ ഒന്നും അറിഞ്ഞില്ലല്ലോ. എന്താണ്? ആരുടെ? മോളുടെ ഇളയ മോളുടെ എന്റെ ഓ അടുത്ത മാസം 5-ാം തീയതിയാണേ. എവിടുന്നാണിത്? ഇത് പൊന്നാനിക്കടുത്താ. എന്താ ചെക്കന് ജോലി? എന്താ? ചെക്കൻ ഗൾഫിലാന്നാ പറഞ്ഞത്. ഓ ശരി. അപ്പോൾ തലേദിവസം തന്നെ എല്ലാവരും വന്ന് മംഗളാക്കി തരണം. അത് പറയാൻ വേണ്ടിയാ ഞാൻ വന്ന്. നമ്മുടെ സ്വന്തം വീട് പോലെയാണല്ലോ. കുറച്ച് വൈകിപ്പോയാതാ പറയാൻ. മറ്റുള്ളവരോടൊക്കെ ഒന്ന് നേരെ കാലേക്കുട്ടി പറഞ്ഞു. അല്ല, സാധാരണ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ വന്നിട്ട് നേരത്തെ കാലത്തെയൊക്കെ പറയും, വിശേഷങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യും. ഇപ്പൊ അതൊന്നും ഇവിടെ ഉണ്ടായില്ല. ഇനി എന്തായാലും അന്നിപ്പോ ഞങ്ങൾക്കൊട്ട് വരാനും കഴിയില്ല. അത് ഇവളുടെ ആങ്ങളയുടെ മോന്റെ പിറന്നാളല്ലേ? അപ്പൊ അതിന് ഞങ്ങൾക്ക് പോകണ്ടേ? അവരാണ് വലിയ വലിയ ആൾക്കാരാ. അവരുടെ അടുത്ത് പോയില്ലെങ്കിൽ പിന്നെ നമ്മൾ ഇവിടെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അവർ വലിയ പൈസയൊക്കെ ഉള്ള ആൾക്കാര്, എത്രയോ നല്ല അവിടുന്ന് ഇവിടുന്നൊക്കെ വരുന്നതാണ്. അപ്പൊ നമ്മളൊന്ന് പോകാതിരിക്കാൻ പറ്റുമോ? ബന്ധുവീടല്ലേ? എനിക്ക് ഓർമ്മയില്ലല്ലേ? എനിക്ക് നല്ല ഓർമ്മയുണ്ടത്. അത് ഒരു ബർത്ത്ഡേ പരിപാടിയല്ലേ? എന്ത് ബർത്ത്ഡേ പരിപാടി ആയാലും അവിടെ പോകാതിരുന്നപ്പോ നമ്മുടെ കുടുംബത്തിലെ അതൊരു മോശം. എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരണം. അങ്ങനെ ഒരു വിധത്തിലും വരാൻ പറ്റൂലെങ്കിൽ മോളെ 2 ദിവസം മുമ്പേ പറഞ്ഞേക്കണം. അല്ല, അവളെ വിടുവൊക്കെ ചെയ്യാ, അതിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ നിങ്ങൾ ഈ മോക്ക് എത്രയാ കൊടുക്കാൻ വെക്കേണ്ടത്? ഒരു 10 പവൻ എങ്ങനെയെങ്കിലും ഒക്കെ തേച്ച് കൊടുക്കണം എന്നാണ്. അപ്പൊ ആ മോക്ക് നിങ്ങൾക്ക് 10 പവൻ കൊടുക്കാം. ഈ മോക്ക് പിച്ചക്കാശ് പോലെ ഒരു 5 പവനും തന്നു, 5 പവൻ പിന്നെ തരാന്നും പറഞ്ഞു. ആ പൈസയെ പറ്റി വല്ല പവനെ പറ്റി നിങ്ങൾക്ക് വല്ല വിചാരം ഉണ്ടോ? പുഴക്കരയിലെ സ്ഥലം കല്യാണം കഴിഞ്ഞിട്ട് 2-3 വർഷമായി. അത് തരാം, ഇത് തരാം, മോളുടെ പേരിലേക്ക് എഴുതി വെക്കാം, നാളെ തരാം. എത്ര കാലമായി ഇത് പറയാൻ തുടങ്ങിയിട്ട്? ഞങ്ങൾ എന്താ പിച്ചക്കാരാ? ഇത് നിങ്ങൾ തരുന്ന നോക്കി ഇങ്ങനെ വാങ്ങിച്ചോണ്ടിരിക്കാൻ? വിൽക്കാൻ പറ്റിയിട്ടില്ല. അത് ഞങ്ങളുടെ പേരിൽ എഴുതരാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സമ്മതിച്ചതുമാണ്. ഇതൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? ഒരു കാര്യം പറഞ്ഞേക്കാം, മോളെ വിടണമെങ്കിൽ ആ തരാനുള്ള 5 പവനും കൂടി നിങ്ങൾ ഈ കൂടെ തരണം. എന്നാ മോളെ കല്യാണത്തിന് അങ്ങോട്ട് വിടും. ഇല്ലെങ്കിൽ വിടൂല. അത് തന്നെ. ഇങ്ങനെയൊക്കെ വാശി പിടിക്കണോ? എന്ത് വാശി നിങ്ങൾ എന്താ പറയണേ? കല്യാണം കഴിഞ്ഞിട്ട് 2-3 വർഷമായില്ലേ? അതെന്താ? ഞങ്ങളാരും കുടുംബത്തിൽപ്പെട്ടവരല്ലേ? ഞങ്ങളെ ഇങ്ങനെ പറ്റിക്കാന്നും പുതിയ കല്യാണാലോചന വന്നപ്പോ അവിടെ 10 പവൻ നിങ്ങൾക്ക് തികച്ചങ്ങോട്ട് കൊടുക്കാന്നും ഇതൊക്കെ എവിടുത്തെ നിയമമാണ്? ഈ ഒന്നും മിണ്ടാതിരിക്കേ. അത് ഇപ്പൊ ഇതെങ്ങനെ പിന്നെ കൊടുക്കണത്? ഇപ്പൊ എങ്ങനെ ഈ 10 പവൻ കൊടുക്കണത്? ഈ 10 പവൻ ഒരാള് സദക്ക ചെയ്യാന്നാ പറഞ്ഞിരിക്കണത്. 5 പവൻ ബാക്കി ഞങ്ങൾ നോക്കണുള്ളൂ. മനുഷ്യന്റെ കാര്യല്ലേ? ഇങ്ങനൊരു അത്യാവശ്യം ഇവിടെ വരുമ്പോ നമുക്ക് ഏതെങ്കിലും മനുഷ്യന്റെ കാര്യമാണ് അല്ലേ? അത് നിങ്ങൾക്ക് അറിയാം മനുഷ്യന്റെ കാര്യമാണ്. അവിടെ ഉള്ളവരൊക്കെ മനുഷ്യന്മാര്, നമ്മളൊന്നും മനുഷ്യന്മാരല്ലാന്ന്. അതല്ലേ ഇപ്പൊ അതിന്റെ അർത്ഥം അല്ലേ? എന്നാലേ നിങ്ങളുടെ മോള് കല്യാണത്തിന് വരണമെങ്കിലുണ്ടല്ലോ, ആ 5 പവൻ തികച്ചും അങ്ങോട്ട് കൊടുത്താല് മോൾ അങ്ങോട്ട് വരും. ഇല്ലെങ്കിൽ മോള് വരില്ല, മോൾ ഇവിടെ ഇല്ലാന്ന് അങ്ങോട്ട് വിചാരിച്ചോ. ഇല്ല, കാര്യമായിട്ട് കല്യാണം ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നേക്ക. മോക്ക് കൊടുക്കാനുള്ളതൊന്നും കൊടുക്കണ്ട. മോളെങ്ങനെ ഇവിടെ ജീവിക്കുന്നതെന്ന് അറിയണ്ട. ഞങ്ങൾ നല്ല ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് അവളെ വളർത്തുന്നത്. എന്നിട്ട് അവൾക്ക് കൊടുക്കാനുള്ളത് നിങ്ങൾക്ക് കൊടുക്കാൻ വയ്യ. ഇത് എവിടുത്തെ നിയമാണിത്? എന്നിട്ട് പുതിയ കല്യാണാലോചന വന്നപ്പം ആ കുടുംബക്കാരുടെ മുമ്പിൽ നിങ്ങൾ വലിയ ആളായി. നമ്മൾ വെറും മോശക്കാര്.
എന്റെ നിവൃത്തികേട് കൊണ്ടാ. അല്ല നിവൃത്തികേടാ. അതുപോലത്തെ ഒരു കുടുംബത്തിൽ നിന്നല്ലേ ഈ പെൺകുട്ടി ഇവിടെ വന്നത്. അവര് പറഞ്ഞ പവൻ സ്വർണവും പൈസയും ഒക്കെ കൊടുത്തല്ലോ. അതിന്റെ കുടുംബക്കാരല്ലേ. ഇപ്പൊ നിങ്ങൾക്ക് നമ്മളൊക്കെ മോശക്കാരും പുതിയ ആൾക്കാർ വന്നപ്പോ അവരൊക്കെ നല്ല ആൾക്കാരും. നടക്കൂല. മോൾ അവിടെ വരണമെങ്കിൽ പൈസ കിട്ടുക തന്നെ, സ്വർണം കിട്ടുക തന്നെ വേണം. 5 പവൻ തികച്ചും കിട്ടണം ഇവിടെ. ഒരു കല്യാണം ക്ഷണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുങ്ങിക്കെട്ടി വന്നേക്കാ. മോള് പോകാൻ വേണ്ടിയിട്ട് അതിലപ്പുറം. മോളെ പിടിക്കണ്ട. ഒരു 5 പവനും കൂടി ഉണ്ടാക്കും. ഇങ്ങനെ മോളെ കരയണ്ട. എന്റെ പനം കൊണ്ട് കൂടാഞ്ഞിട്ടല്ലേ. ഉപ്പല്ലേ പറഞ്ഞത് 5 പവനും കൂടി തരാന്ന്. അത് ഞാൻ ചോദിച്ചില്ലെങ്കിലോ അത് അവിടെ അങ്ങനെ ധർമ്മമായിട്ട് അവിടെ ഇട്ടിരുന്നു. അത് ശരി, അത് തന്നു നന്നാ തരട്ടെ. തരുമ്പോ പോകാൻ നിനക്ക് അരച്ചില് കള്ളക്കരച്ചില്. അതുപോലെ ഒരു പെണ്ണല്ലേ ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കുന്നത്. എന്റെ അന്തസ്സിലാണ് ഒരു കല്യാണം കഴിച്ചു കൊടുത്തയച്ചത്. എന്റെ പഠിത്തം ഇല്ലാഞ്ഞിട്ടല്ലോ ഉമ്മ. എന്തിനിങ്ങനെ വേദനിപ്പിക്കാൻ നിൽക്കുന്നത്? ഇപ്പൊ ഉപ്പ പറഞ്ഞല്ലോ 5 പവൻ തരാന്ന്. പിന്നെ പോലെ തന്നെയല്ലോ ഒരു പെൺകുട്ടി ഇവിടെ വന്നേക്കുന്നത്. എന്റെ അന്തസ്സിലാണ് വന്നേക്കുന്നത്. എല്ലാവർക്കും ഒരേപോലെ ആവോ? ഒരേപോലെ ആവില്ലെങ്കിൽ ഇവിടെ അത് പറ്റൂല. ഇവിടെ അത് കിട്ടണം. പിച്ചക്കാശും പറഞ്ഞിട്ട് 5 പവനും 10 പവൻ പറഞ്ഞിട്ട് 5 പവനും തന്നിട്ട് പറഞ്ഞയച്ച് ഓണം വന്നിട്ട് അത് ആഘോഷിച്ചിങ്ങനെ നടക്കുക. പോകാൻ പറ്റൂല പറഞ്ഞാൽ പോകാൻ പറ്റൂല. ഉപ്പ അത് തരട്ടെ, അന്നേരം നമുക്ക് കല്യാണത്തിന് പോവാം. തല പറഞ്ഞ അണ്ണാക്കി ഇതിട്ടമ്മ. അടച്ച മോളുണ്ടെന്നുള്ള ഓർക്കണങ്ങള്. ഇന്നെ പനങ്ങനെ വായിച്ചിട്ട്